ഇന്ന് നമുക്ക് സ്വല്പം രാഷ്ട്രീയമായാലോ. ഈ ചാനലിൽ രാഷ്ട്രീയം പറയേണ്ടതെന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയിരുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് ലക്ഷ്യം രാഷ്ട്രീയമാകാം. കാരണം എന്താണെന്ന് വെച്ചാൽ ദേശീയ രാഷ്ട്രീയത്തിൽ തിരിച്ചടി ഏറ്റുവായിക്കൊണ്ടാണ് BJP ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 2014 ജൂലൈ നടന്ന ഇലക്ഷൻ റിസൾട്ടിൽ 400 സീറ്റുകളുടെ അധികാരത്തിൽ വന്ന് വീമ്പിളക്കിയിരുന്ന BJP കേവല ഭൂരിപക്ഷം പോലും നേടാൻ കഴിയാതെ വളരെ പടുകുഴിയിലേക്ക് വീണാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അവർ അധികാരത്തിൽ തല്ലിക്കൂട്ടിയ ഒരു ഗവൺമെന്റുമായി അധികാരത്തിൽ വരികയും ആ അധികാരത്തിന്റെ പിൻബലത്തിൽ വീണ്ടും അവർ നിയമസഭാ ഇലക്ഷനിലേക്കുള്ള ഇലക്ഷൻ നടക്കുകയാണ്. ഏതാണ്ട് 13 നിയോജകമണ്ഡലങ്ങളിലേക്കാണ് ഇലക്ഷൻ നടന്നത്. 13 നിയോജകമണ്ഡലത്തിലേക്ക് നടന്ന ഇലക്ഷനിൽ ഒരേ ഒരു നിയോജകമണ്ഡലം മാത്രമാണ് BJP നിലനിർത്താൻ കഴിഞ്ഞത്. ബാക്കി എല്ലാത്തിനും അവർ പരാജയപ്പെടുകയും 10 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഇന്ത്യ സഖ്യം വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു കയറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതും വളരെ ശ്രേയ ഒരു പരാജയമുണ്ട്. അത് വേറെ എങ്ങുമല്ല, ഉത്തരാഖണ്ഡിൽ ബദരിനാഥ നിയോജകമണ്ഡലത്തിലാണ്. കാരണം ബദരിനാഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദുക്കളുടെ മെജോറിറ്റിയുള്ള, അതും സവർണറുടെ മെജോറിറ്റിയുള്ള, സവർണർക്ക് മഹാഭൂരിപക്ഷമുള്ള ഒരു ഏരിയയാണ് ഈ പറഞ്ഞ ബദരിനാഥ ക്ഷേത്രത്തിന്റെ പരിസരവും ക്ഷേത്രവും. ആ മണ്ഡലം തന്നെ മഹാഭൂരിപക്ഷത്തിലാണ് അവർ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് BJPക്ക് കനത്ത പരാജയം ഇപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. കാരണം നേരത്തെ അയോധ്യ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ വോട്ട് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ആ അയോധ്യയിൽ രാമൻ തന്നെ അവരെ തോൽപ്പിച്ചു. അയോധ്യയിൽ തോൽക്കുകയുണ്ടായിരുന്നു നമ്മുടെ ലോക്സഭാ ഇലക്ഷനിൽ. ഇപ്പം അതാ അടുത്ത ഒരു സ്ഥലം മഹാവിഷ്ണു വളരെ ബദരിനാഥ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ടാർഗറ്റ് ഇട്ടേക്കുന്ന, അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പാണ് അവിടുത്തെ നിയമസഭയിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ ഏക സിവിൽ കോഡ് നിയമം പാസ്സാക്കിയത്. എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വത്തിന് ഏറ്റവും മൂർച്ചയേറിയ ആശയങ്ങൾ നടപ്പാക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ ബദരിനാഥ എന്ന് ഉൾപ്പെടുന്ന ഉത്തരാഖണ്ഡ്. ഈ ഉത്തരാഖണ്ഡിലെ ബദരിനാഥയിലാണ് BJP ഇന്ന് വലിയ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ BJPയെ തള്ളിപ്പറയുന്ന ഒരവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിക്കഴിഞ്ഞു, തിരിച്ചറിവ് ജനങ്ങൾക്ക് ഉണ്ടായി എന്നതിന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഇലക്ഷൻ റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ